വചനം 20 വാക്കർത്ഥം. ഖുൽ നീ പറയുക, ഇന്നമാ അദ്ഉ നിശ്ചയമായും ഞാൻ വിളിക്കുന്നുള്ളൂ, പ്രാർത്ഥിക്കുന്നുള്ളൂ, റബ്ബി എൻ്റെ റബ്ബിനെ മാത്രം, വലാ ഉശ്രിക്കു ഞാൻ പങ്കുചേർക്കുകയുമില്ല, ബിഹി അഹദ അവനോട് ഒരാളെയും. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. നബിയെ പറയുക, നിശ്ചയമായും ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുന്നുള്ളൂ, അവനോട് ഞാൻ ഒരാളെയും പങ്കുചേർക്കുന്നതുമല്ല. വചനം 21 വാക്കർത്ഥം. ഖുൽ നീ പറയുക, ഇന്നി നിശ്ചയമായും ഞാൻ, ലാ അംലിക്കു ഞാൻ അധീനപ്പെടുത്തുന്നില്ല, എനിക്ക് സ്വാധീനമില്ല, കഴിവില്ല, ലക്കും നിങ്ങൾക്ക്, ലർറൻ ഉപദ്രവത്തിന്, ദോഷം ചെയ്യാൻ, വല റഷദ നേർമാർഗത്തിനും ഗുണത്തിനും ഇല്ല. ഖുൽ ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റഷദ. പറയുക, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവമാകട്ടെ ഒരു നേർമാർഗമാകട്ടെ അധീനപ്പെടുത്തുന്നില്ല, അഥവാ രണ്ടിനും കഴിവില്ല. വചനം 22 വാക്കർത്ഥം. ഖുൽ ഇന്നി നീ പറയുക, നിശ്ചയമായും ഞാൻ, ലൻ യുജീറനി എനിക്ക് രക്ഷ നൽകുകയില്ല തന്നെ, എന്നെ കാക്കുകയേ ഇല്ല, മിനല്ലാഹി അല്ലാഹുവിൽ നിന്ന്, അഹദുൻ ഒരാളും, വലൻ അജിദ ഞാൻ കണ്ടെത്തുകയുമില്ല, എനിക്ക് കിട്ടുകയുമില്ല തന്നെ, മിൻ ദൂനിഹി അവനെ കൂടാതെ, അവന് പുറമെ, മുൽത്തഹദ ഒരഭയസ്ഥാനവും രക്ഷയും. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ വലൻ അജിദ മിൻ ദൂനിഹി മുൽത്തഹദ. പറയുക, നിശ്ചയമായും അല്ലാഹുവിൽ നിന്ന് എനിക്കൊരാളും രക്ഷ നൽകുന്നതല്ല, അവന് പുറമെ യാതൊരഭയസ്ഥാനവും ഞാൻ കണ്ടെത്തുന്നതുമല്ല തന്നെ. വചനം 23 വാക്കർത്ഥം. ഇല്ലാ ബലാഗൻ എത്തിച്ചു കൊടുക്കലല്ലാതെ, പ്രബോധനം ഒഴികെ, മിനല്ലാഹി അല്ലാഹുവിൽ നിന്ന്, വരിസാലാത്തിഹി അവൻ്റെ ദൗത്യങ്ങളും, വമൻ യഅ്സി ആർ അനുസരണക്കേട് കാട്ടുന്നുവോ, അല്ലാഹ വ റസൂലഹു അല്ലാഹുവിനോടും അവൻ്റെ റസൂലിനോടും, ഫഇന്ന ലഹു എന്നാൽ നിശ്ചയം അവനുണ്ട്, നാറ ജഹന്നമ ജഹന്നമിൻ്റെ അഗ്നി, ഖാലിദീന ഫീഹ അതിൽ നിത്യവാസികളായിക്കൊണ്ട്, അബദൻ എന്നെന്നും എക്കാലവും. ഇല്ലാ ബലാഗൻ മിനല്ലാഹി വറിസാലാതിഹി വമൻ യഅസില്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദീന ഫീഹാ അബദാ. അല്ലാഹുവിങ്കൽ നിന്നുള്ള പ്രബോധനം എത്തിക്കലും അവൻ്റെ ദൗത്യങ്ങളുമല്ലാതെ മറ്റൊന്നും എൻ്റെ അധീനത്തിലില്ല. അല്ലാഹുവിനോടും അവൻ്റെ റസൂലിനോടും ആർ അനുസരണക്കേട് കാണിക്കുന്നുവോ, അവന് നിശ്ചയമായും ജഹന്നമിൻ്റെ അഥവാ നരകത്തിൻ്റെ അഗ്നിയുണ്ടായിരിക്കും, അതിൽ എന്നെന്നും നിത്യവാസികളായിക്കൊണ്ട്. വചനം 24 വാക്കർത്ഥം. ഹത്താ ഇദാ റഔ അങ്ങനെ അവർ കണ്ടാൽ, കാണുന്നവരേക്കും, മായു അദൂന അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നത്, താക്കീതു ചെയ്യപ്പെടുന്നത്, ഫസയഅലമൂന അപ്പോൾ അവർ അറിഞ്ഞുകൊള്ളും, മൻ അദ്അഫു
ഏറ്റവും ദുർബലർ ആരാണെന്ന്. നാസിറൻ സഹായികളിൽ, സഹായകനാൽ. വ അഖല്ലു ഏറ്റവും കുറവുള്ളവരും, അദദൻ എണ്ണത്തിൽ, എണ്ണത്താൽ. حتى إذا رأوا ما يوعدون فسيعلمون من أضعف ناصرا وأقل عددا. അങ്ങനെ അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം അവർ കണ്ടാൽ അപ്പോൾ അവർ അറിഞ്ഞുകൊള്ളും ആരാണ് സഹായികളിൽ ഏറ്റവും ദുർബലരും എണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞവരും എന്ന്. വചനം 20 മുതൽ 24 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണം. നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ഒരിക്കലും തൗഹീദിനെതിരായി ഒന്നും പ്രവർത്തിക്കുകയില്ല. നിങ്ങൾക്ക് വല്ല ഗുണമോ ദോഷമോ വരുത്തുവാൻ എനിക്ക് സാധ്യവുമല്ല. എനിക്കു തന്നെയും അല്ലാഹുവിങ്കൽ നിന്ന് വല്ല ആപത്തും വരികയാണെങ്കിൽ അത് തടുക്കുവാൻ സാധ്യമല്ല. അവനല്ലാതെ എനിക്ക് രക്ഷയുമില്ല. പക്ഷേ അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ദൗത്യങ്ങൾ നിറവേറ്റുവാനും അവൻ്റെ സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യാനും ഞാൻ നിയുക്തനായിരിക്കുകയാണ്. ആ നിലയ്ക്കാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുവാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ ശാശ്വതമായ നരകശിക്ഷയ്ക്ക് അർഹരായിരിക്കും. തൽക്കാലം കുറേയൊക്കെ കഴിവും സ്വാധീനവും നിങ്ങൾക്കുണ്ടെന്ന് കരുതി നിങ്ങൾ വഞ്ചിതരാകേണ്ട. അതൊന്നും അല്ലാഹുവിൻ്റെ ശിക്ഷയ്ക്കെതിരിൽ നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. നിങ്ങൾ തികച്ചും നിസ്സഹായരായി തീരുമെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം എന്നൊക്കെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുന്നു. മാ യൂഅദൂന അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം കൊണ്ടുദ്ദേശ്യം അടുത്ത ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന തൗഹീദിൻ്റെ വിജയവും ഷിർക്കിൻ്റെ പരാജയവുമായിരിക്കാം, അല്ലെങ്കിൽ പരലോക ശിക്ഷയുമായിരിക്കാം. അല്ലാഹു അഅലം.